അഹങ്കാരിയായ കാളിയ, കേട്ടുകൊള്ളുക. നിന്റെ അഹംഭാവം എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുന്നു. പ്രാണനിൽ കൊതിയുണ്ടെങ്കിൽ ഈ ദ്വീപ് വിട്ടോടി ഒളിക്കുക. ഇനി എന്റെ ചിറകുകളുടെ നിഴൽ നിന്റെ മേൽ പതിച്ചാൽ എന്റെ കൂർത്ത നഖങ്ങൾ നിന്റെ ശരീരത്തെ പിച്ചി ചീന്തും. അതാകും നിന്റെ അന്ത്യം. ഇത് ഗരുഡന്റെ താക്കീതാണ്. ദ്വാപരയുഗം. പ്രകൃതിയുടെ സർവ്വ സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന പവിത്രമായ വൃന്ദാവനം. യമുനാ നദിയുടെ തീരങ്ങളിൽ ഗോപാലന്മാരും ഗോപികമാരും സന്തോഷത്തോടെ തങ്ങളുടെ ദിനങ്ങൾ ചിലവഴിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ നാദത്തിൽ മയങ്ങി പ്രകൃതി പോലും താളം പിടിക്കുന്ന കാലം. എന്നാൽ ഈ ശാന്തതയെ തകർക്കാൻ ഒരു വൻ വിപത്ത് ആ നദിയിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഗരുഡന്റെ ആക്രമണത്തെ ഭയന്ന് പലായനം ചെയ്ത കാളിയൻ എന്ന 100 ഫണങ്ങളുള്ള അതിഭയങ്കരനായ ഒരു സർപ്പരാജാവ് തന്റെ പത്നിമാരോടൊപ്പം യമുനാ നദിയിലെ ഒരു വലിയ കയത്തിൽ വാസമുറപ്പിച്ചു. ഗരുഡന് പ്രവേശിക്കാൻ കഴിയാത്ത ഒരു ശാപം ആ കയത്തിനുണ്ടായിരുന്നതിനാലാണ് കാളിയൻ അവിടെ അഭയം പ്രാപിച്ചത്. കാളിയന്റെ കൊടിയ വിഷം കലർന്ന് ആ കയത്തിലെയും ചുറ്റുമുള്ള പ്രദേശങ്ങളിലെയും ജലം മുഴുവൻ കറുത്ത നിറമായി മാറി. നദിയിൽ നിന്നുള്ള നീരാവി പോലും വിഷമയം. ആകാശത്തുകൂടി പറന്നുപോകുന്ന പക്ഷികൾ ആ വിഷവായു ശ്വസിച്ച് കരിഞ്ഞ് താഴേക്ക് പതിച്ചു. തീരത്തുണ്ടായിരുന്ന മരങ്ങളെല്ലാം ഇലകൾ കരിഞ്ഞുണങ്ങി നശിച്ചു. യമുനയുടെ ആ ഭാഗം ജീവജാലങ്ങൾക്ക് അപ്രാപ്യമായ ഒരു മരണഭൂമിയായി മാറി. ഒരു ദിവസം ശ്രീകൃഷ്ണനും സുഹൃത്തുക്കളായ ഗോപാലന്മാരും പശുക്കളെയും മേച്ചുകൊണ്ട് ആ വഴി വന്നു. കടുത്ത വേനലിൽ ദാഹിച്ചു വലഞ്ഞ പശുക്കളും ഗോപാലന്മാരും ആ അപകടമറിയാതെ കാളിന്തിയിലെ ആ വിഷജലം കുടിച്ചു. നിമിഷ നേരം കൊണ്ട് അവരെല്ലാം വിഷം തീണ്ടി ബോധരഹിതരായി നിലത്തു വീണു. ദൂരെ മാറി തന്റെ പശുക്കിടാങ്ങളുമായി കളിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ പെട്ടെന്നാണ് തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും പശുക്കളും കൂട്ടത്തോടെ നിലത്തു വീഴുന്നത് കണ്ടത്. ഭഗവാൻ ഓടിയെത്തി. വിഷമേറ്റ് നീലനിറമായി ജീവൻ വെടിയാറായ തന്റെ പ്രിയപ്പെട്ടവരെ കണ്ട് ആ കാരുണ്യക്കടലിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഭഗവാൻ തന്റെ അമൃതതുല്യമായ ദൃഷ്ടി കൊണ്ട് അവരെ ഓരോരുത്തരെയും നോക്കി തന്റെ ദിവ്യമായ കൈകൾ കൊണ്ട് അവരെ തലോടി. ശ്രീകൃഷ്ണന്റെ കാരുണ്യസ്പർശമേറ്റതും കൊടിയ വിഷത്തിന്റെ കാഠിന്യമില്ലാതാവുകയും ഗോപാലന്മാരും പശുക്കളും ഗാഠനിദ്രയിൽ നിന്നെന്ന പോലെ ഉണർന്നെഴുന്നേൽക്കുകയും ചെയ്തു. കൃഷ്ണ, എന്താണ് ഞങ്ങൾക്ക് സംഭവിച്ചത്? ഈ വെള്ളം കുടിച്ചതും എന്റെ തൊണ്ടയിൽ തീ പൊള്ളുന്നത് പോലെ തോന്നി. കണ്ണുകളിൽ ഇരുട്ട് കയറി. നീ എങ്ങനെയാണ് ഞങ്ങളെ രക്ഷിച്ചത്? ഈ നദിക്ക് എന്തു പറ്റി? ഇതിലെ വെള്ളം ഇത്രയും കറുത്തിരിക്കുന്നത് എന്താണ്? പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. യമുനാ നദിയുടെ ഈ ഭാഗം ഇപ്പോൾ മാലിന്യപ്പെട്ടിരിക്കുകയാണ്. കാളിയൻ എന്നൊരു വലിയ സർപ്പം ഈ കയത്തിൽ വന്ന് വാസമുറപ്പിച്ചിട്ടുണ്ട്. അവന്റെ ഉഗ്രവിഷം കലർന്നാണ് ഈ നദിയിലെ വെള്ളം ഇത്രയും അപകടകരമായി മാറിയത്. നിങ്ങൾ ആരും ഇനി ഈ ഭാഗത്തേക്ക് വരരുത്. ഈ പശുക്കളെയും കൂട്ടി നിങ്ങൾ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറുക. കൃഷ്ണ, നമുക്കിവിടെ നിന്നും പോകാം. ഇത്രയും വലിയൊരു പാമ്പ് ഇവിടെ ഉണ്ടെങ്കിൽ അത് നമ്മളെ എല്ലാവരെയും വിഴുങ്ങും. നിനക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അമ്പാടിയിലേക്ക് മടങ്ങാം. നന്ദഗോപരോടും യശോദമ്മയോടും നമുക്ക് വിവരങ്ങൾ പറയാം. ഇല്ല സുഭല, ഞാൻ ഇപ്പോൾ മടങ്ങുന്നില്ല. ഈ യമുന നമ്മുടെ അമ്മയാണ്. വൃന്ദാവനത്തിലെ ജീവജാലങ്ങൾക്ക് ദാഹജലം നൽകുന്നവളാണ്. അവളെ ഇങ്ങനെ വിഷമയമായി തുടരാൻ ഞാൻ അനുവദിക്കില്ല. ഈ കാളിയനെ ഇവിടെ നിന്നും പുറത്താക്കി യമുനയെ ഞാൻ ശുദ്ധീകരിക്കും. നിങ്ങൾ ദൂരെ മാറി നിൽക്കുക. ഞാൻ ഈ നദിയിലേക്ക് ഇറങ്ങാൻ പോകുകയാണ്. ഗോപാലന്മാർ തടയാൻ ശ്രമിച്ചിട്ടും ശ്രീകൃഷ്ണൻ കേട്ടില്ല. ഒരു വലിയ കദംബ മരത്തിന് മുകളിലേക്ക് ഓടിക്കയറി. കാളിയന്റെ വിഷവായു ഏറ്റിട്ടും ആ മരം മാത്രം ഉണങ്ങിയിരുന്നില്ല. കദംബമരത്തിന്റെ ഏറ്റവും മുകളിലത്തെ കൊമ്പിൽ കയറി നിന്നുകൊണ്ട് ഭഗവാൻ ആ കറുത്ത വിഷജലത്തിലേക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തി. ഭീമാകാരനായ ഒരു പർവ്വതം നദിയിലേക്ക് വീണതുപോലെയുള്ള അതിഭയങ്കരമായ ശബ്ദത്തോടെയാണ് കൃഷ്ണൻ വെള്ളത്തിലേക്ക് പതിച്ചത്. വെള്ളം വലിയ തിരമാലകളായി ആകാശത്തോളം ഉയർന്നു. ആ വലിയ പ്രകമ്പനം കയത്തിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന കാളിയനെ ഉണർത്തി. തന്റെ സാമ്രാജ്യത്തിലേക്ക് ആരോ അതിക്രമിച്ചു കടന്നിരിക്കുന്നു എന്നറിഞ്ഞ കാളിയൻ കോപം കൊണ്ട് ചീട്ടി. ആരാണെന്റെ ഉറക്കം കെടുത്തിയത്? ഏതു മൂഢനാണ് കാലനെ ഭയക്കാതെ ഈ വിഷക്കയത്തിലേക്ക് എടുത്തു ചാടിയത്?
എന്റെ വായു ശ്വസിച്ചാൽ പോലും ജീവൻ നഷ്ടപ്പെടുമെന്നറിഞ്ഞുകൊണ്ട് ഇവിടേക്ക് വരാൻ ധൈര്യം കാണിച്ച ആ അഹങ്കാരി ആരാണ്? ഇന്നു നിന്റെ അന്ത്യമാണ്. വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു വന്ന കാളിയൻ കണ്ടത് അതിസുന്ദരനായ കാർവർണ്ണൻ യാതൊരു ഭയവുമില്ലാതെ നദിയിൽ നീന്തി തുടിക്കുന്നതാണ്. തന്റെ സാന്നിധ്യം ആ കുട്ടിയിൽ യാതൊരു ഭയവും ഉണ്ടാക്കിയില്ല എന്നത് കാളിയന്റെ അഹങ്കാരത്തെ മുറിവേൽപ്പിച്ചു. അവന്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി ജ്വലിച്ചു. വായിൽ നിന്നും കറുത്ത വിഷപ്പുക പുറത്തേക്ക് വമിച്ചു. ഒരു നിമിഷം പോലും വൈകാതെ അവൻ കൃഷ്ണനു നേർക്ക് പാഞ്ഞെടുത്തു. വിവരമറിഞ്ഞ നന്ദഗോപരും യശോദയും ബലരാമനും മറ്റ് ഗോപവിഭാഗങ്ങളും പ്രാണഭയത്തോടെ യമുനാ തീരത്തേക്ക് ഓടിയെത്തി. തീരത്തെത്തിയവർ കാണുന്നത് ഹൃദയഭേദകമായൊരു കാഴ്ചയാണ്. കാളിയൻ എന്ന ആ ഭീമാകാരനായ സർപ്പം തന്റെ നീളമുള്ള ശരീരം കൊണ്ട് കൊച്ചു കൃഷ്ണനെ വരിഞ്ഞു മുറുക്കുകയാണ്. അവന് ശ്വാസം പോലും എടുക്കാൻ കഴിയാത്ത വിധം സർപ്പം അവനെ ഞെരിക്കുകയാണ്. ഇടയ്ക്ക് കാളിയൻ തന്റെ വലിയ വിഷപ്പല്ലുകൾ കൊണ്ട് കൃഷ്ണന്റെ ശരീരത്തിൽ കൊത്തുന്നുമുണ്ടായിരുന്നു. ഈ കാഴ്ച കണ്ട് യശോദ അലറി കരഞ്ഞുകൊണ്ട് ബോധം കെട്ടുവീണു. എൻ്റെ ഉണ്ണി, എൻ്റെ ജീവന്റെ പാതിയെ, ആരെങ്കിലും എൻ്റെ കുട്ടിയെ ആ രാക്ഷസ സർപ്പത്തിൽ നിന്ന് രക്ഷിക്കൂ. കൃഷ്ണ, നീ എന്തിനാണ് ഈ സാഹസത്തിന് മുതിർന്നത്? ആ ഭീകര ജീവി എൻ്റെ മകനെ കൊന്നുകളയുമല്ലോ. അച്ഛാ, ശാന്തനാകൂ. അമ്മയെ ശുശ്രൂഷിക്കൂ. നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല. എൻ്റെ അനുജൻ വെറുമൊരു സാധാരണ ബാലനല്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? പൂതനയെയും ശകടനെയും തൃണാവർത്തനെയും വധിച്ചവനാണവൻ. ഈ കാളിയൻ അവനൊരു കളിപ്പാട്ടം മാത്രമാണ്. തന്റെ ലീലകൾ കാണിക്കാൻ വേണ്ടി അവൻ സ്വയം ആ പാമ്പിന്റെ പിടിയിൽ അമർന്നതാണ്. ഉടൻ തന്നെ കാളിയന്റെ അഹങ്കാരം അവൻ ശമിപ്പിക്കും. തീരത്തു നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ടവരുടെ, പ്രത്യേകിച്ച് അമ്മയായ യശോദയുടെ കണ്ണീരും രോദനവും കേട്ടപ്പോൾ ഭഗവാൻ തന്റെ ലീല അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. തന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന കാളിയന്റെ പിടിയിൽ നിന്നും മോചിതനാകാൻ കൃഷ്ണൻ തന്റെ ശരീരത്തിന്റെ വലിപ്പം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. കാളിയന്റെ നൂറുകണക്കിന് ചുറ്റുകൾ ഭേദിച്ചുകൊണ്ട് കൃഷ്ണന്റെ ശരീരം പെട്ടെന്ന് വികസിച്ചു. ആ വലിയ മർദ്ദനം താങ്ങാനാവാതെ കാളിയന്റെ അസ്ഥികൾ നുറുങ്ങാൻ തുടങ്ങി. കടുത്ത വേദനയോടെ കാളിയൻ തന്റെ ചുറ്റുകൾ അഴിച്ചുമാറ്റി. സ്വതന്ത്രനായ ശ്രീകൃഷ്ണൻ ഒരു ഗരുഡനെ പോലെ ആകാശത്തേക്ക് കുതിച്ചുയർന്നു. കാളിയ, നിന്റെ അഹങ്കാരത്തിന് അതിരില്ലാതായിരിക്കുന്നു. പ്രകൃതിയെയും എൻ്റെ ഭക്തന്മാരെയും ദ്രോഹിക്കുന്ന നിന്റെ ഈ കൊടിയ വിഷവും അഹങ്കാരവും ഞാൻ ഇന്നീ കാളിന്തിയുടെ പുണ്യജലത്തിൽ കഴുകിക്കളയുന്നു. നിന്റെ അന്ത്യം കുറിക്കാൻ സമയമായിരിക്കുന്നു. കാളിയൻ കൊത്താനായി തന്റെ ഭണങ്ങൾ ഉയർത്തിയ ആ നിമിഷം ആകാശത്തു നിന്നും കൃഷ്ണൻ നേരെ വന്നു പതിച്ചത് ആ സർപ്പരാജാവിന്റെ ഏറ്റവും വലിയ മധ്യഭണത്തിന് മുകളിലായിരുന്നു. ലോകത്തെ മുഴുവൻ താങ്ങി നിൽക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണന്റെ ഭാരം താങ്ങാൻ ആ സർപ്പത്തിന് കഴിഞ്ഞില്ല. തന്റെ കാൽപാദങ്ങൾ കൊണ്ട് കാളിയന്റെ ഭണത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് ഭഗവാൻ ഒരു അത്ഭുത നൃത്തം ആരംഭിച്ചു. അത് പ്രപഞ്ചത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച താളലയങ്ങളുടെ പൂർണ്ണതയായ കാളിയമർദ്ദനം എന്ന മഹാതാണ്ഡവമായിരുന്നു. ഗന്ധർവന്മാരും ദേവന്മാരും ആകാശത്തു നിന്നും സംഗീതോപകരണങ്ങൾ മീട്ടി. ഭഗവാന്റെ ഓരോ ചവിട്ടും കാളിയന്റെ തലയിൽ ഇടിത്തീ പോലെയാണ് പതിച്ചത്. തളർന്നുപോയ കാളിയന്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും കൊടിയ വിഷവും കറുത്ത രക്തവും ഒലിച്ചിറങ്ങാൻ തുടങ്ങി. തന്റെ സർവശക്തിയും ചോർന്നു പോകുന്നത് അവൻ അറിഞ്ഞു. ഏതു നിമിഷവും തന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ആ അഹങ്കാരിയായ സർപ്പത്തിന് മനസ്സിലായി. നൃത്തം കൂടുതൽ കരുത്താർജിച്ചതോടെ
കാളിയൻ പൂർണ്ണമായും തളർന്ന് വെള്ളത്തിൽ വീണു. തന്റെ തോൽവി അവൻ പൂർണ്ണമായും സമ്മതിച്ചു. കാളിയൻ മരിക്കാറായെന്ന് മനസ്സിലാക്കിയ അവന്റെ പത്നിമാരായ നാഗകന്യകമാർ തങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കണമെന്നപേക്ഷിച്ച് വെള്ളത്തിൽ നിന്നും ഉയർന്നു വന്നു. അവർ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി ഭഗവാന്റെ മുന്നിൽ നിന്നു. അല്ലയോ പ്രപഞ്ചനാഥ, ജഗദീശ്വര, അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ഞങ്ങളുടെ ഭർത്താവിന് അങ്ങ് നൽകിയ ഈ ശിക്ഷ തികച്ചും ന്യായമാണ്. ദുഷ്ടന്മാരെ ശിക്ഷിക്കുക എന്നത് അങ്ങയുടെ ധർമ്മമാണല്ലോ. അവന്റെ സകല പാപങ്ങളും ഈ അഹങ്കാരവും അങ്ങയുടെ പാദസ്പർശമേറ്റതോടെ ഇല്ലാതായിരിക്കുന്നു. ഈ ദാസിമാരുടെ മാംഗല്യം നിലനിർത്തി തരണമേ. ഞങ്ങളുടെ ഭർത്താവിന്റെ ജീവൻ അങ്ങ് തിരികെ നൽകണമേ. ഞങ്ങൾ അങ്ങയുടെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്നു. കൃഷ്ണൻ തന്റെ നൃത്തം അവസാനിപ്പിച്ച് കാളിയന്റെ തലയിൽ നിന്നും താഴെ ഇറങ്ങി. മൃതപ്രായനായി കിടന്നിരുന്ന കാളിയൻ പതുക്കെ കണ്ണുകൾ തുറന്നു. തന്റെ മുന്നിൽ നിൽക്കുന്നത് കേവലം ഒരു ബാലനല്ല, സാക്ഷാൽ പരമാത്മാവാണെന്ന് അവന് ബോധ്യമായി. അവൻ ഭക്തിയോടെ കൃഷ്ണനെ വണങ്ങി. പരമാത്മാവായ ഭഗവാനെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതിലയങ്ങൾ അങ്ങയുടെ കരങ്ങളിലാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. തമോ ഗുണം നിറഞ്ഞ സർപ്പജാതിയിലാണ് ഞാൻ ജനിച്ചത്. അതിനാൽ എൻ്റെ അഹങ്കാരം അതിരുകടന്നുപോയി. അങ്ങയുടെ മഹത്വം മനസ്സിലാക്കാതെ ഞാൻ അങ്ങയെ ആക്രമിക്കാൻ തുനിഞ്ഞു. എങ്കിലും അങ്ങെന്നെ വധിക്കാതെ എൻ്റെ അഹങ്കാരത്തെ മാത്രം നശിപ്പിച്ചു. ഈ പാപിയോട് അങ്ങ് കാണിച്ച കാരുണ്യത്തിന് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. ഇനി അടിയൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആജ്ഞാപിച്ചാലും പ്രഭോ. കാളിയ, നിന്റെ അഹങ്കാരം പൂർണ്ണമായും നശിച്ചിരിക്കുന്നു. ഇനി നിനക്ക് ഞാൻ മാപ്പ് നൽകുന്നു. എന്നാൽ ഇനി നീ ഇവിടെ തുടരാൻ പാടില്ല. ഈ കാളിമിണ്ടി എൻ്റെ പ്രിയപ്പെട്ട വൃന്ദാവനവാസികൾക്കുള്ളതാണ്. നീ ഉടൻ തന്നെ നിന്റെ പത്നിമാരെയും കൂട്ടി ഇവിടെ നിന്നും രമണക ദ്വീപിലേക്ക്, സമുദ്രത്തിലേക്ക് മടങ്ങിപ്പോകുക. ഗരുഡനെ ഭയന്നിട്ടാണല്ലോ നീ ഇവിടെ വന്നത്. എന്നാൽ ഇനി ഗരുഡൻ നിന്നെ ആക്രമിക്കില്ല. കാരണം നിന്റെ ശിരസിൽ ഇപ്പോൾ എൻ്റെ പാദമുദ്രകളുണ്ട്. ആ മുദ്രകൾ കാണുമ്പോൾ ഗരുഡൻ നിന്നെ ഉപദ്രവിക്കാതെ മടങ്ങിപ്പോകും. പോകുക, ഇനി ഒരു ജീവിയെയും ഉപദ്രവിക്കാതെ ധർമ്മത്തോടെ ജീവിക്കുക. ഭഗവാന്റെ വാക്കുകൾ കേട്ട് കാളിയൻ അങ്ങേയറ്റം സന്തോഷത്തോടെയും കൃതജ്ഞതയോടെയും ശ്രീകൃഷ്ണനെ വലം വെച്ച് നമസ്കരിച്ചു. തുടർന്ന് നാഗപത്നിമാരോടൊപ്പം വിലപിടിപ്പുള്ള രത്നങ്ങളും മാലകളും കൃഷ്ണൻ ഉപഹാരമായി നൽകി കാളിയൻ എന്നേക്കുമായി യമുനാ നദി വിട്ട് സമുദ്രത്തിലേക്ക് യാത്ര തിരിച്ചു. അവൻ പോയതോടെ യമുനാ നദിയിലെ ജലം അതിന്റെ പഴയ സ്വഭാവത്തിലേക്ക് മടങ്ങി.